ഹായ്, ജയസൻ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കരിമ്പുഴ തെരുവിലെ നെയ്ത്ത് ഗ്രാമത്തിലാണ് ഉള്ളത്. വർഷങ്ങളോളം, ഒരു 600 വർഷങ്ങളോളം പാരമ്പര്യമുള്ളൊരു സ്ഥലമാണിത്. മണ്ണാർക്കാട് അടുത്തായിട്ടാണ് ഈ ഒരു കരിമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലം വരുന്നുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കൂടെ കാണിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നെയ്യണത് എന്നുള്ളത് നമുക്ക് കാണിച്ചു ഫോക്കസ് ചെയ്തിട്ട് കളഞ്ഞിട്ടുള്ളത് നോക്കാണ്. നൂലെടുക്കണുണ്ടല്ലോ. സാധനം ഇതിൻ്റെ ഉള്ളിൽ കൂടി അതിങ്ങോട്ട് വെച്ചാക്കി അടുപ്പിച്ചിട്ട് ഇങ്ങനെ അതിങ്ങനെ വെച്ചാൽ ചേർത്തണം. ഇങ്ങനൊക്കെ കൈയിട്ട് അത് നല്ലോണം വലിക്കണം. വലിക്കണ്ട. ശരിയാവുന്നില്ല. പിടിക്കണം. പറ്റില്ലല്ലോ. കുറച്ച് മെല്ലെ വലിച്ചാൽ മതി. ഇനി സ്പീഡിൽ വലിക്കണ്ട. മെല്ലെ വലിച്ചാലിന് വരും. ഇതൊന്ന് തുടങ്ങിയതാ. ഇത്രയായി. നല്ല പണിയല്ലേ. ആ സാധനം തുന്നിയെടുക്കാം. നൂല് വരുന്നത് തുന്നിയെടുക്കാം. ഇല്ല, അങ്ങനെ എടുക്കും. സൂം ചെയ്യണം. ഞങ്ങൾ മലപ്പുറം. അമ്മയുടെ നാടെവിടെ? ഇവിടെ തന്നെ. എവിടുന്ന് വന്നാ? ഞങ്ങൾ ഇവിടെ തന്നെ. ആദ്യം ഇവിടെ തന്നെ ജനിച്ചത് ഇവിടെ തന്നെ, കല്യാണം കഴിച്ച് കൊടുത്തത് ഇവിടെ തന്നെ. എത്ര നിങ്ങൾ ഇവിടെ തുടങ്ങിയിട്ട്? ഞങ്ങളൊക്കെ തുടങ്ങിയിട്ടൊക്കെ കുറേ ആയി. ഇത് ഇപ്പൊ 10 വർഷം കഴിഞ്ഞു. 10 വർഷം കഴിഞ്ഞു. വീടായിരുന്നു വീട്. അപ്പൊ പൊളിച്ചിട്ട് ഇപ്പൊ കടാക്കി. എന്നിട്ട് ഇരിക്കണത് ഒരു റൂമുണ്ട്, മുകളിലൊരു റൂമുണ്ട്. അത് മകനും മരുമകളും 2 മക്കളായിരിക്കും. 2 മക്കള്. വലിയ മകന് അപ്പുറത്തെ വീട്ടിലുണ്ട്. എന്തൊക്കെയുണ്ട് ഇവിടെ നെയ്യല്? നെയ്യണതോ ഡബിള് സെറ്റ് മുണ്ട് സാരി ഒക്കെ നെയ്യും. ഹാൻഡ്ലൂം സാരികള്.
നിങ്ങൾ എന്നിട്ട് ഇത് പുറത്ത് പോവുക അല്ലെങ്കിൽ ഇവിടുന്ന് ആളുകൾ ഞങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്കൊക്കെ മകൻ കൊണ്ടുപോകും. അവിടെ അവൻ പോയിട്ടുണ്ടെന്ന്. ആ ടെക്സ്റ്റൈൽസുകളിൽ കൊടുക്കും, ടെക്സ്റ്റൈൽസുകളിൽ കൊടുക്കും. എത്ര വർഷമായി ഇവിടെ തുടങ്ങിയിട്ട്? 10 വർഷമായി. 10 വർഷമായി. ഇവിടെ എല്ലാവരും ഏകദേശം ആ ഒരു സമയത്ത് പോവില്ല, ചില ആൾക്കാരൊക്കെ ഇവിടെ കട. ഇത് നൂലുകൾ എവിടെ നിന്ന് എടുക്കുക? ഇതൊക്കെ തമിഴ്നാട്. തമിഴ്നാട് നിന്ന് എടുക്കും. ഇതെന്താ നൂല്? എന്താ നൂലാണ്? ഇതൊക്കെ എന്താ നൂലെന്നൊക്കെ പറയണത് 100-ാം നമ്പർ, 60-ാം നമ്പർ ഇങ്ങനെ. അങ്ങനെ 100-ാം നമ്പർ വെച്ചാൽ മുണ്ട നല്ല നൂലായിട്ടുണ്ടാവും. അപ്പൊ വില അധികം കൂടും. ഇത് ഈ വെള്ളത്തിലിട്ടേക്കണത് ഉറപ്പ് കൂടാനാ? ഉറപ്പ് കൂടാൻ. പരുത്തിൻ്റെതാണത്? പരുത്തില്ലേ? പരുത്തി. അതന്നെ അതന്നെ. നൂല് നൂല്. നമുക്ക് എത്ര വയസ്സായി? എത്ര വയസ്സായി? വയസ്സൊക്കെ 70 അമ്മയാണോ അതിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങിയത്? ഒരു ദിവസം കൊണ്ട് ഒരു മുണ്ട്. ഇതൊക്കെ അവിടെ ഇതിലുണ്ടാക്കിയത്. റേറ്റ് വരും ഈ മുണ്ട്. ഇതിനൊക്കെ എത്ര റേറ്റ് വരും? ഇത് 1600 രൂപ. ഒരു ദിവസത്തെ മെനക്കെടുവാണ്. രണ്ടുപേര് ഒരാള് ചുറ്റി കൊടുക്കാൻ ഒരാള് വേണം. കണ്ടില്ലേ കരയൊക്കെ കണ്ടില്ലേ? ഡിസൈനൊക്കെ സൂപ്പറായിട്ടുണ്ട്. എവിടെയും കാണാത്ത ടൈപ്പിലായിരിക്കും മുണ്ടിന്റെ കര തന്നെ. കണ്ടില്ലേ? ഒരു 1600. 1600. ഒരു വെറൈറ്റി ആയിട്ടുണ്ടാവും. എല്ലാ കരയും ഓരോ ഡിസൈനാണ്. ട്രഡീഷണൽ രീതിയിൽ മുണ്ടുകളൊക്കെ നെയ്തെടുക്കുന്നത് കണ്ടില്ല, എങ്ങനെയാണ് നെയ്ത് വരുന്നത്. ഇനി ഇവരെ ഒരുപാട് ഷോപ്പുകൾ ഇവിടെ ഉണ്ട് കേട്ടോ, വെറൈറ്റി ഐറ്റംസുകളും ഇവിടെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ അടുത്ത എൻ്റെ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് കാണണം.